ഇന്ന് ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പൈൽസ് രോഗത്തിനെക്കുറിച്ചാണ്. പൈൽസ് രോഗമുണ്ടാവാൻ പല തരത്തിലുള്ള കാരണങ്ങൾ സിദ്ധാശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അമിതമായി വെയിറ്റ് എടുക്കുന്ന ആൾക്കാരിലും കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് ഇരുന്ന് പണിയെടുക്കുന്ന കാരണം കൊണ്ടും, അതുകൂടാതെ ഒരുപാട് സമയം പലതരം ജോലികൾ എന്ന് പറഞ്ഞാൽ ശരീരം ചൂടാകത്തക്ക രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവരിലും, അതും മാത്രമല്ല വയറ് സംബന്ധമായ പലതരം അസുഖങ്ങൾ ഉള്ളവർക്കും ചൂടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് കാരണവും ഈ പൈൽസ് ഉണ്ടാവുന്നു. പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലദ്വാരത്തിന് പ്രധാനപ്പെട്ട വെയിനായ റെക്ടൽ വെയിനിൽ കൂടുതൽ പ്രഷറാകുകയും അത് ക്രമേണ തടിച്ച് മലദ്വാരത്തിൻ്റെ പുറത്ത് തള്ളുകയും ചില സമയങ്ങളിൽ അത് പൊട്ടി ധാരാളം ബ്ലഡ് പോവുകയും ചെയ്യുന്നു. കൂടുതൽ ബ്ലഡ് പോകുമ്പോൾ അതിനെ ബ്ലീഡിംഗ് പൈൽസ് എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ കാരണം പലതരം ഭക്ഷണങ്ങളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നേച്ചർ നോക്കുമ്പോൾ ചിലതരം ഭക്ഷണങ്ങൾ ചൂടുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണമായിട്ട് കോഴിമുട്ട ചൂടാണ്, കോഴി ഇറച്ചി ചൂടാണ്, ഈ പപ്പായ, പൈനാപ്പിള്, അമിതമായി അച്ചാറുകൾ, ഇവകളെല്ലാം ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയും വയറിൽ അസിഡിറ്റി ഉണ്ടാകുകയും വയറിൽ വീർക്കമുണ്ടാകുകയും അത് കാരണം മലബന്ധം ഉണ്ടാകുകയും മലബന്ധം കൂടുതൽ വരുമ്പോൾ അത് പൈൽസിന് ഒരു തുടക്കം കുറിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പൈൽസ് ചികിത്സിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മലം ശരിക്കും പോകാനുള്ള ഒരു കാര്യം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. മലബന്ധമാണ് പ്രധാന കാരണം എന്നുകൂടെ പറയാം. മലബന്ധം മാറ്റാൻ പലതരം മരുന്നുകളുണ്ട്. ഞങ്ങൾ നിലവാരി ചൂർണം, നിലാവരി എന്ന് പറയുന്നത് ചെന്നാമുക്കി എന്ന് പറയുന്ന ഒരു പച്ചമൂലിയാണ്. ആ ചെന്നാമുക്കി നല്ല പൗഡറാക്കി 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ നേരായ രീതിയിൽ മലം പോവും. അതിലും പോയില്ല എന്നുണ്ടെങ്കിൽ പലതരം മരുന്നുകൾ, അഗസ്ത്യർ കുളമ്പ്, മേഘനാഥ ഗുളിക എന്നിങ്ങനെ പല മരുന്നുകൾ സിദ്ധായിൽ പറയുന്നുണ്ട്. പൈൽസ് കൂടാതെ മലദ്വാരത്തിന് ചുറ്റും കുരുക്കളുണ്ടായി ഫിസ്റ്റുല എന്നുള്ള ഒരു അസുഖം ഉണ്ടാകുന്നുണ്ട്. ഈ കുരുക്കൾ ക്രമേണ പഴുത്ത് പൊട്ടി അത് ഡീപ്പായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ കുരുക്കളിൽ ഉള്ള ഭാഗങ്ങളിൽ നിന്നും മലം പോവുകയും അത് ഒരു ഗുരുതരമായ ഒരു അവസ്ഥയാണ്. അതുകൂടാതെ ഫിസ്റ്റുല എന്നൊരു അസുഖവും മലദ്വാരത്തിൽ ഉണ്ടാകുന്നു. അതിനും തക്കതായ ചികിത്സ സിദ്ധയിൽ ലഭ്യമാണ്. പലപ്പോഴും ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റാവും, ഉറക്കക്കുറവ് ഉണ്ടാകുമ്പോഴും ബോഡി ഹീറ്റാവും. ബോഡി ഹീറ്റ് കൂടെ ഒരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ പൈൽസ് രോഗത്തിന് ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പൈൽസ് രോഗികൾ ധാരാളം വെള്ളം കുടിക്കുക, ടെൻഷൻ ഒഴിവാക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇതോടൊപ്പം തന്നെ പൈൽസ് മാറ്റാനുള്ള മരുന്നുകളായിട്ട് ധാരാളം മരുന്നുകൾ സിദ്ധവൈദ്യത്തിൽ പറയുന്നുണ്ട്. പുറമേ പുരട്ടുവാൻ മൂലക്കുടോറി എണ്ണ, ഇത് മലം പോകാൻ ഉള്ളിൽ കഴിക്കുകയും ചെയ്യാം, പുറത്ത് പുരട്ടുകയും ചെയ്യാം. പിന്നെ അമൃതവെണ്ണ, പൈൽസ് ഉള്ള ഭാഗത്ത് നല്ല വേദനയും ചിലരിൽ നീറ്റലും അനുഭവപ്പെടാറുണ്ട്. അവർക്ക് കഴിക്കേണ്ടതാണ്, പുരട്ടേണ്ടതാണ് അമൃതവെണ്ണ. ഇത് പുരട്ടിയാൽ നീറ്റലും വേദനയും പെട്ടെന്ന് മാറും. പിന്നെ ചൂടുവെള്ളം, മലം പോയി കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്ത് കഴുകുക,
കഴുകി തുടച്ചിട്ട് വന്ന് അമൃതവെണ്ണ ആ ഭാഗങ്ങളിൽ പുരട്ടുക. പിന്നെ ചികിത്സ എന്ന് വരുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് നത്ത പർപ്പം. നത്ത അറിയാം എല്ലാവർക്കും, ചിപ്പിയും അറിയാം. നത്ത പർപ്പം, ചിപ്പി, പർപ്പമെന്നും ഭസ്മമെന്നും പറയും. നാഗഭസ്മം ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നെയ്യിൽ കുഴച്ച് കഴിക്കാം. ദിവസം 2 നേരം നാഗഭസ്മം, നത്തഭസ്മം, ചിപ്പി ഭസ്മം നെയ്യിൽ കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ഏതു തരം പൈൽസും പെട്ടെന്ന് കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അമിതമായ വെയിറ്റുകൾ തൂക്കുന്നവർക്ക്, ധാരാളം വെയിറ്റ് തൂക്കുമ്പോൾ നമ്മുടെ വയറിൽ കൂടുതൽ പ്രഷറാകുകയും അതിലേ കൂടെ നമ്മുടെ മലബന്ധത്തിന് കാരണമായ മലം പുറത്ത് തള്ളുന്ന വൻകുടൽ പ്രഷർ, റെക്ടൽ വെയിനിൽ കൂടുതൽ പ്രഷർ ഉണ്ടാകുകയും അത് ചിലപ്പോൾ പൊട്ടി ബ്ലഡ് പുറത്തു പോവുകയും ചെയ്യും. അതുകൊണ്ട് ധാരാളം വെയിറ്റ് എടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വെയിറ്റ് എടുക്കുമ്പോൾ അവർക്ക് പൈൽസ് രോഗം ഉണ്ടെങ്കിൽ കഴിയുന്നതും ഇത്തരം ജോലികളിൽ അവർ ഈടുപെടാതെ ഇരിക്കുന്നതും നന്നായിരിക്കും. പിന്നെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. പലതരം ഭക്ഷണങ്ങൾ നമ്മുടെ വയറിൽ ചെന്ന് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കി അത് കാരണം അത്തരം ഭക്ഷണങ്ങളെ ഒഴിവാക്കുകയും, ഭക്ഷണത്തിൽ നമ്മൾ 6 രസങ്ങളുമുള്ള ഭക്ഷണം കഴിക്കണം. 6 രസം എന്ന് പറയുമ്പോൾ മധുരം, എരി, ഉപ്പ്, കയ്പ്പ്, ചവർപ്പ്, ഇങ്ങനെ 6 രസങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 3 രസങ്ങൾക്കാണ്: മധുരത്തിനും, പുളിപ്പിനും, എരിയിനും, ഇത് ഉപ്പിനും. ഇതിന് പകരം 6 രസത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അതിന് ഞങ്ങളതിൽ പറയാറുണ്ട്, ഉണവേ മരുന്ന്, മരുന്നേ ഉണവ് എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മരുന്നായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്ന് ഒരു ഭക്ഷണമായിരിക്കണം. ഇതിനാണ് അതങ്ങനെ പറയുന്നത്. ഞങ്ങൾ സിദ്ധ വൈദ്യത്തിൽ പറയുന്ന ഒരു ചൊല്ലാണത്. അത് ഒരു പരിധിവരെ പൈൽസ് രോഗത്തിനെ ഇല്ലാതാക്കും, പൈൽസ് രോഗത്തിനെ സുഖപ്പെടുത്തും. മലബന്ധം വരാതെ നോക്കുക, ഭക്ഷണത്തിൽ ക്രമീകരണമുണ്ടാക്കുക, ഭാരമുള്ള വെയിറ്റുകൾ തൂക്കിക്കൊണ്ട് നടക്കുന്നതും, ഒരുപാട് സമയം ഒരു സ്ഥലത്ത് ഇരുന്ന് പണിയെടുക്കുന്നതും, ഒരുപാട് സമയം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അടിഭാഗം നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൻ്റെ കൂടെ ബോഡി വെയ്റ്റും കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പൈൽസ് രോഗം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇടയ്ക്കും മറയ്ക്കും ഒന്ന് എണിച്ച് നിന്ന് 2-3 സ്റ്റെപ്പ് വന്നിട്ട് പിന്നെ ഇരുന്ന് പണിയെടുക്കുക. കൂടുതലും ഈ കമ്പ്യൂട്ടർ വർക്ക് നടത്തുന്നവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒറ്റ ഇരിപ്പാണ് ഇരിക്കുന്നത്. ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ സമയത്ത് പോവില്ല. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിരിക്കണം. ഒരു ദിവസം 3 നേരം കൃത്യമായ രീതിയിൽ, കൃത്യമായ തൂക്കത്തിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. അത് ഒരു പരിധിവരെ പൈൽസ് രോഗം ഇല്ലാതാക്കാൻ സഹായിക്കും. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടെലിഫോണിൽ ബന്ധപ്പെടുക. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും.